മുംബൈ ഇന്ത്യൻസിന്റെ പുതിയ നായകൻ ഹാർദിക് പാണ്ഡ്യയ്ക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. പുതിയ സീസണിൽ കളിച്ച 2 മത്സരങ്ങളിലും പരാജയപ്പെട്ടിരിക്കുകയാണ് ഹാർദിക്കിന്റെ മുംബൈ. ഇന്നലെ സൺറൈസേഴ്സിനോടും 31 റൺസിന്റെ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ്. പരാജയപ്പെടുക എന്നത് സ്വാഭാവികമാണെങ്കിലും 2 മത്സരങ്ങളിലും ഹാർദിക്കിന്റെ മോശം ക്യാപ്റ്റൻസിയും ചർച്ചയായിട്ടുണ്ട്. ആദ്യ മത്സരത്തിൽ ടിം ഡേവിഡിന് ശേഷം ഇറങ്ങിയ പാണ്ഡ്യയുടെ നടപടിക്കെതിരെ ഇർഫാൻ പത്താൻ അടക്കമുള്ള മുൻ താരങ്ങൾ വിമർശനം ഉന്നയിച്ചിരുന്നു. കൂടാതെ ന്യൂ ബോളിൽ ബുംറയെ ഉപയോഗിക്കാത്തതും വിമർശനത്തിന് കാരണമായിട്ടുണ്ട്. ഇന്നലത്തെ മത്സരത്തിൽ ബുംറയെ പവർ പ്ലേയിൽ കൃത്യമായി ഉപയോഗിക്കാത്തതും അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വലിയ പരിചയസമ്പത്തില്ലാത്ത സൗത്ത് ആഫ്രിക്കയിലെ 17-കാരൻ ബൗളറെ ഉജ്ജ്വല ഫോമിൽ നിൽക്കുന്ന ഹെഡിന് മുന്നിൽ ഇട്ടുകൊടുത്തതും വിമർശനങ്ങൾക്ക് കാരണമായി. കൂടാതെ ഹാർദിക്കിന്റെ ഓവറുകളും ഏറെ മോശമാണ്. ഇന്നലെ കൂറ്റൻ സ്കോർ പിന്തുടർന്ന മുംബൈ ഇന്ത്യൻസിന് വേണ്ടി ഹാർദിക് നടത്തിയ മെല്ലെപ്പോക്കും ചർച്ചയായിട്ടുണ്ട്. 20 പന്തിൽ 24 റൺസാണ് ഇന്നലെ ഹാർദിക് നേടിയത്. ഇത്തരത്തിൽ ഹാർദിക്കിന്റെ മോശം ഫോമും മോശം ക്യാപ്റ്റൻസിയും ആരാധകർക്കിടയിൽ ഏറെ ചർച്ചയായിട്ടുണ്ട്. സാധാരണഗതിയിൽ മുംബൈ ഇന്ത്യൻസ് ആദ്യ മത്സരങ്ങളിൽ പരാജയപ്പെടാറുണ്ടെങ്കിലും മോശം ക്യാപ്റ്റൻസിയിൽ മുംബൈ ഇത്തരത്തിൽ പരാജയപ്പെട്ടിട്ടില്ല. ഹാർദിക്കിനെ നായകനാക്കിയതിൽ പ്രതിഷേധിക്കുന്ന മുംബൈ ആരാധകർ ഇതിനോടകം ഹാർദിക്കിനെ നായക സ്ഥാനത്ത് നിന്നും പുറത്താക്കാൻ ആവശ്യമുയർത്തുകയാണ്.